ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. IPL 2025 ഇന്ന് നടക്കാൻ പോകുന്ന രണ്ടാമത്തെ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുകയാണ്. രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ കളിച്ച 2 മത്സരങ്ങളിൽ പരാജയപ്പെടുകയായിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സ് ഒരു മത്സരത്തിൽ ജയിക്കുകയും രണ്ടാമത്തെ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായിട്ട് അവർ പരാജയപ്പെടുകയും ചെയ്തു. ഇന്ന് നടക്കാൻ പോകുന്ന മത്സരം എന്ന് പറയുന്നത് ആസാമിലെ ഗുവാഹട്ടിയിലാണ്. ഗുവാഹട്ടി എന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ ഒരു സെക്കൻഡ് ഹോം ആയിട്ടാണ് അറിയപ്പെടുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായിട്ട് ഇതേ ഗ്രൗണ്ടിലാണ് രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ രണ്ടാമത്തെ മത്സരം കളിച്ചത്. പക്ഷേ ആ മത്സരത്തിൽ 151 റൺസ് എന്ന് പറയുന്ന ഒരു ചെറിയ സ്കോറാണ് രാജസ്ഥാൻ റോയൽസിന് നേടാനായത്. വളരെ ഈസി ആയിട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ക്വിന്റൺ ഡികോക്കിന്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഇന്നിംഗ്സിൽ അത് ചേസ് ചെയ്യുകയും ചെയ്തു. ഗുവാഹട്ടിയിലെ പിച്ച് എന്ന് പറയുന്നത് നോർമലി ഒരു സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചാണ്. കുറച്ച് ഒന്ന് നിന്ന് വരുന്ന ഒരു പിച്ചാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു 180 റൺസ് ഒക്കെയാണ് അവിടുത്തെ ഒരു പാർ സ്കോർ എന്ന് അറിയപ്പെടുന്നത്. ഒരു വലിയ സ്കോർ വരാൻ സാധ്യതയില്ലാത്ത ഒരു പിച്ചാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അവിടുത്തെ ക്യൂറേറ്ററുടെ കയ്യിലാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ. ഇപ്പൊ ഇന്നലത്തെ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. ആ ഒരു അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിൽ 2 തരത്തിലുള്ള ഒരു സോയിൽ അവർ യൂസ് ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് സോയിലും റെഡ് സോയിലും. അതിൽ റെഡ് സോയിലാണ് മത്സരം നടക്കുന്നതെങ്കിൽ നല്ല ഹൈ സ്കോറിംഗ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ബ്ലാക്ക് സോയിലാണെങ്കിൽ റൺസ് കുറവ് വരാനാണ് സാധ്യത. അത് ഓരോ ടീമിന്റെയും ഒരു സ്ട്രാറ്റജി അനുസരിച്ച് അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് കളിക്കുന്ന ഒരു ടീമിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ അനുസരിച്ച് മാറ്റം വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. നോർമലി പ്രിഡോമിനന്റ്ലി ഈ ഗുവാഹട്ടിയിലെ പിച്ച് എന്ന് പറയുന്നത് ഒരു സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചാണ്. അതുകൊണ്ട് തന്നെ ഒരു 170, 180 എന്ന് പറയുന്ന സ്കോറൊക്കെ എത്തുകയാണെങ്കിൽ അതൊരു നല്ല സ്കോറായിട്ടാണ് അവിടെ കണക്കാക്കപ്പെടുന്നത്. ഇനി നമ്മൾ നേരെ ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ 11 എങ്ങനെയായിരിക്കും എന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് CSK ആണ്. CSK സംബന്ധിച്ചിടത്തോളം CSKയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു പ്ലെയറിനെ 11ൽ കളിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ മത്സരങ്ങൾ അവർ ചാൻസ് കൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതായത് പലപ്പോഴും ആ ഒരു പ്ലെയർ ഔട്ട് ഓഫ് ഫോം ആണെങ്കിൽ പോലും അദ്ദേഹത്തിനെ കളിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക, എന്നിട്ട് ഫോമിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. ഒരു കാലഘട്ടത്തിൽ അവരുടെ താരമായിട്ടുള്ള ബദ്രിനാഥ് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, ഈ ഒരു ടീമിലേക്ക് എൻട്രി ലഭിക്കുക, അതായത് 11ൽ കളിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പക്ഷെ വൺസ് നമ്മൾ കളിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചാൻസ് ലഭിക്കുന്ന ഒരു ടീമാണ് CSK എന്ന് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പല ആളുകളെയും മാറ്റി പരീക്ഷിക്കണം, രാഹുൽ ത്രിപാഠിയെ മാറ്റി പരീക്ഷിക്കണം, ദീപക് ഹൂഡയെ മാറ്റി പരീക്ഷിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും അവർ ഇതേ ടീമുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ടായിരിക്കും തീരുമാനിക്കുക. കാരണം അത് അങ്ങനെ ഒരു പ്ലെയറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം ആയതുകൊണ്ടാണ്. ഏതായാലും ഇന്നത്തെ നമ്മുടെ ഒരു പ്ലേയിങ് ലെവലിലേക്ക് വരുമ്പോൾ ഋതുരാജ് ഗേക്വാദ് ഡെഫിനറ്റ് ആയിട്ടും അവർ ക്യാപ്റ്റൻ ആയതുകൊണ്ട് അദ്ദേഹം തന്നെ ആയിരിക്കും ആ ഒരു 1 ഡൗൺ സ്ലോട്ടിൽ ഉണ്ടാവുക. ഓപ്പണിംഗ് പൊസിഷനിൽ രജിൻ രവീന്ദ്രയും രാഹുൽ ത്രിപാഠിയും ആയിരിക്കും. രാഹുൽ ത്രിപാഠിയുടെ പൊസിഷനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ, അതിന് പകരമായിട്ട് ഡെവൻ കോൺവേ ടീമിലേക്ക് വരുമോ? അങ്ങനെ മാറ്റം ഡെവൻ കോൺവേ വരണമെങ്കിൽ സാം കറിനെ മാറ്റിയിട്ട് അൻഷുൽ കമ്പോജിനെ ടീമിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഒരു ഫോറിൻ പ്ലെയറിനെ കൂടെ ടീമിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി നമ്പർ 4 പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ദീപക് ഹൂഡയാണ്. ആ പൊസിഷനിൽ വിജയ് ശങ്കറിനെ കളിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു പൊസിഷനിൽ മാത്രം ഒരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്പർ 5 പൊസിഷനിലേക്ക് വരുമ്പോൾ ശിവം ദുബെയാണ്. നമ്പർ 6 പൊസിഷനിൽ സാം കറിനാണ്. സാം കറിനെ മാറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത് അൻഷുൽ കമ്പോജിനെ ടീമിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ആ ന്യൂ ബോളിൽ എറിയാനായിട്ട് അവർക്ക് ഒരു ബൗളറെ ലഭിക്കുമെന്നുള്ള ഒരു പ്രത്യേകത കൂടെയുണ്ട്. ഇപ്പൊ ന്യൂ ബോളിൽ എറിയാനുള്ള ഒരു ബൗളർ എന്ന് പറയുന്നത് ഖലീൽ അഹമ്മദ് മാത്രമാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇനി നമ്പർ 7 പൊസിഷനിലേക്ക് വരുമ്പോൾ രവീന്ദ്ര ജഡേജയാണ്. നമ്പർ 8 പൊസിഷനിൽ MS ധോണിയാണ്. നമ്പർ 9 പൊസിഷനിൽ രവിചന്ദ്രൻ അശ്വിനാണ്. നമ്പർ 10 പൊസിഷനിലേക്ക് വരുമ്പോൾ അഫ്ഗാനിസ്ഥാൻ സ്പിന്നർ ആയിട്ടുള്ള നൂർ അഹമ്മദ് ആണെങ്കിൽ നമ്പർ 11 പൊസിഷനിലേക്ക് വരുമ്പോൾ മദീഷ പതിരണ തന്നെയായിരിക്കും ആ ഒരു പൊസിഷനിൽ കളിക്കാൻ പോകുന്നത്. ഖലീൽ അഹമ്മദിനെ അവർ ആദ്യ 11ൽ ഉൾപ്പെടുത്തുമോ അതോ ഒരു ഇമ്പാക്റ്റ് ആയിട്ടാണോ കൊണ്ടുവരിക? ഈ 2 താരങ്ങളെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും അവർ ഇമ്പാക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അവരുടെ ടീമിന്റെ ഒരു പ്രോബബിൾ 11 എന്ന് പറയുന്നത്. ഇനി ഇത് തന്നെ നമ്മൾ രാജസ്ഥാൻ റോയൽസിന്റെ 11ലേക്ക് വരുമ്പോൾ അവിടെയും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആ ടീമിൽ യശസ്വി ജയ്സ്വാളും സഞ്ജു സാംസണുമാണ് ഓപ്പൺ ചെയ്യുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഒരു ചെറിയ തുടക്കം നൽകാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു ഈ പിച്ചിൽ. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. ഇനി നമ്പർ 3 പൊസിഷനിൽ നിതീഷ് റാണയാണ്. അദ്ദേഹത്തിന്റെ ഫോം ഒരു കൺസേൺ ആണ്. അദ്ദേഹത്തിന് റൺസ് കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല. നമ്പർ 4 പൊസിഷനിൽ റിയാൻ പരാഗാണ്. ഈ മത്സരത്തിലും അദ്ദേഹം തന്നെയായിരിക്കും അവരെ ലീഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നു. പക്ഷേ റിയാൻ പരാഗിന്റെ ഒരു മുഖത്ത് കാണുന്ന ഒരു പരിഭ്രമം, സാധാരണ അദ്ദേഹം ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള പ്ലെയർ ആണ്. പക്ഷേ ക്യാപ്റ്റൻസി പെട്ടെന്ന് അപ്രതീക്ഷിതമായി ലഭിച്ചപ്പോൾ ഉള്ള ഒരു പരിഭ്രമമാണോ എന്നുള്ളൊരു സംശയമാണ് എനിക്കുള്ളത്. ഏതായാലും നമ്പർ 5 പൊസിഷനിലേക്ക് വരുമ്പോൾ ധ്രുവ് ജുറലാണ്. ആദ്യ മത്സരത്തിലും രണ്ടാമത്തെ മത്സരത്തിലും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് ധ്രുവ് ജുറലിന് സാധിക്കുകയും ചെയ്തു. നമ്പർ 6 പൊസിഷനിൽ വെസ്റ്റ് ഇൻഡീസിന്റെ ഒരു ഹാർഡ് ഹിറ്റർ ആയിട്ടുള്ള ഷിമ്രോൺ ഹെറ്റ്മെയർ ആണ്. നമ്പർ 7 പൊസിഷനിലേക്ക് വരുമ്പോൾ ശുഭം ദുബെ ആയിരിക്കും, ലെഫ്റ്റ് ഹാൻഡർ ആണ്. നമ്പർ 8 പൊസിഷനിലേക്ക് വരുമ്പോൾ വാനിന്ദു ഹസരംഗയെ വീണ്ടും അവർ പരീക്ഷിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്പർ 9 പൊസിഷനിൽ ജോഫ്ര ആർച്ചറാണ്. 2 മത്സരത്തിലും ഒട്ടും തന്നെ നല്ല പ്രകടനമായിരുന്നില്ല ജോഫ്ര ആർച്ചറുടേത്. ജോഫ്ര ആർച്ചറിനെ പുറത്തിരുത്തുകയാണെങ്കിൽ പിന്നെ ടീമിലേക്ക് വരാൻ സാധ്യതയുള്ള അഫ്ഗാനിസ്ഥാന്റെ ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള
ഫസൽ ഹക്ക് ഫറൂഖിയാണ്. പക്ഷെ ആ ഒരു മാറ്റം ഉണ്ടാവുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. നമ്പർ 10 പൊസിഷനിലേക്ക് വരുമ്പോൾ മഹീഷ് തീക്ഷണ മറ്റൊരു സ്പിന്നറാണ്. അദ്ദേഹവും ശ്രീലങ്കനാണ്. ഈ പവർ പ്ലേയിൽ നന്നായിട്ട് ബൗൾ ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് അദ്ദേഹം. നമ്പർ 11 പൊസിഷനിൽ തുഷാർ ദേശ്പാണ്ഡെ, 2 മത്സരത്തിലും അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. നമ്പർ 12, അതായത് ഒരു ഇമ്പാക്ട് സബായിട്ട് വരാൻ പോകുന്നത് സന്ദീപ് ശർമ്മയായിരിക്കും. ഇതാണ് ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ 11 എന്ന് പറയുന്നത്. ഇനി ഇരു ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ നോക്കുകയാണെങ്കിൽ ചെന്നൈയുടെ ഒരു വീക്ക്നെസ് എന്ന് പ്രധാനമായിട്ടും പറയുന്നത് ഞാൻ ഈ പറയുന്ന രാഹുൽ ത്രിപാഠിയുടെയും ദീപക് ഹുഡയുടെയൊക്കെ ഒരു ഫോമാണ്. ആ ഒരു ഫോം അവർക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ബാക്കിയൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് അവരുടെ ബാറ്റിംഗിൽ ഒരുപാട് വിള്ളലുകൾ ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ മഹേന്ദ്ര സിംഗ് ധോനി നമ്പർ 9 പൊസിഷനിലാണ് ബാറ്റ് ചെയ്യാൻ വന്നത് എന്നുള്ളതാണ്. ഒരു വിക്കറ്റ് കീപ്പർ മാത്രമായിട്ട് അദ്ദേഹത്തിന് ഇതുപോലെ കളിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ മുന്നിലേക്ക് അദ്ദേഹം ബാറ്റിങ്ങിന് വരണമെന്നാണ് എല്ലാവരുടെയും ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. പക്ഷേ മഹേന്ദ്ര സിംഗ് ധോനിയാണ്, അദ്ദേഹത്തിൻ്റെതായ ഒരു തീരുമാനമാണ്. അദ്ദേഹത്തിന്റെ വിക്കറ്റ് കീപ്പിംഗ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു വിക്കറ്റ് കീപ്പിംഗ് ആണ്. 2 മത്സരത്തിൽ നല്ല ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള സ്റ്റംപിംഗ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തിരുന്നു. ഇതാണ് അവരുടെ ഒരു വീക്ക് ലിങ്ക് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. സ്പിൻ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പറയുമ്പോൾ 3 സ്പിന്നർമാരും നല്ലതാണ്. അതിൽ എസ്പെഷ്യലി നൂർ അഹമ്മദ് 2 മത്സരങ്ങളിലും നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്നു. രവിചന്ദ്രൻ അശ്വിനും രവീന്ദ്ര ജഡേജയും കൂടെ ആ ഒരു ഫോമിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ ഒരു പിച്ചിൽ അത് ക്ലിക്കാവാനുള്ള സാധ്യത കൂടുതലുമാണ്. ഇനി മറ്റൊരു വീക്ക് ലിങ്ക് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ന്യൂ ബോളിൽ ബൗൾ ചെയ്യാനുള്ള ഒരേ ഒരു ബൗളർ എന്ന് പറയുന്നത് അവരുടെ ആ ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള ഖലീൽ അഹമ്മദ് മാത്രമാണ്. ഖലീൽ അഹമ്മദിന്റെ കൂടെ അൻഷുൽ കമ്പോജ് കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നത്തൻ എല്ലിസിനെ ടീമിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ പോലും നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദീഷ പതിരനയെ അവർ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു ഡെത്ത് ഓവേഴ്സിലാണ്. 10 ഓവറിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ 4 ഓവർ ബോൾ ചെയ്യാനായിട്ട് അദ്ദേഹം വരുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിലാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അവർക്കുള്ളത് എന്നുള്ളതാണ്. ഇനി രാജസ്ഥാൻ റോയൽസിന്റെ ഒരു സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെയും ഈ ടോപ്പ് ഓർഡറിലേക്ക് വരുമ്പോൾ റിയാൻ പരാഗിന്റെ ഒരു ഫോം എന്ന് പറയുന്നത് ഒരു കൺസേൺ തന്നെയാണ്. അതുപോലെ തന്നെ 1 ഡൗൺ പൊസിഷനിൽ വരുന്ന നിതീഷ് റാണയുടെ ഫോമും ഒരു കൺസേൺ തന്നെയാണ്. പിന്നെ അവരുടെ 2 സ്പിന്നർമാർ എന്ന് പറയുന്നത് 2 പേരും ശ്രീലങ്കൻ സ്പിന്നർമാരാണ്. ഇതുപോലെയുള്ള ഈ സ്റ്റിക്കി ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഒരുപാട് കളിച്ച് ശീലമുള്ള ബൗളർമാരാണ്. പക്ഷെ കഴിഞ്ഞ 2 മത്സരങ്ങളിലും നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അതിൽ ഒരു മത്സരത്തിൽ മാത്രമാണ് വാനിന്ദു ഹസരംഗ കളിച്ചത്. മഹീഷ് തീക്ഷണ 2 മത്സരത്തിലും കളിച്ചിരുന്നു. അപ്പോൾ ആ സ്പിന്നിന്റെ ഒരു പ്രകടനം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ആർച്ചറുടെ ഫോമാണ്. ആർച്ചർക്ക് ഒട്ടും തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള പ്രശ്നവും രാജസ്ഥാൻ റോയൽസിന്റെ ബൗളിംഗ് നിരയിൽ നിഴലിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഏറ്റവും അവസാനത്തെ സെഗ്മെന്റ് ആയ ഫാന്റസി പിക്കിലേക്ക് പോവുകയാണ്. ഫാന്റസി പിക്കിലേക്ക് പോകുമ്പോൾ ഞാൻ ഒരു കാര്യം ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറയുന്ന ഫാന്റസി പിക്ക് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഈ കണ്ടീഷൻസ് വെച്ചിട്ടാണ്, അതായത് പിച്ചിന്റെ കണ്ടീഷൻസ്, ഗ്രൗണ്ടിന്റെ കണ്ടീഷൻസ് വെച്ചിട്ട് ഒരു പ്രോബബിൾ ആയിട്ടുള്ള ഒരു ഫാന്റസി പിക്കാണ് പറയുന്നത്. എല്ലാം കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് എനിക്കും സാധിക്കുകയൊന്നുമില്ല. നമ്മളൊരു ഫാന്റസി പിക്ക് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ട് ലൈക്ക് ആ ഒരു കണ്ടീഷൻസിൽ ആരൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പൊ സ്പിന്നിന് അനുകൂലമായിട്ടുള്ള പിച്ചാണ്, ഒരു സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചാണെങ്കിൽ ആ പിച്ചിൽ കൂടുതൽ സ്പിന്നർമാരെയാണ് ഞാൻ എപ്പോഴും സെലക്ട് ചെയ്യാറ്. നല്ല ബാറ്റിംഗ് ട്രാക്ക് ആണെങ്കിൽ എപ്പോഴും കൂടുതൽ ബാറ്റർമാരെയാണ് നമ്മൾ അവിടെ സെലക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അതിലൊരു 100% ആയിട്ട് പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല. കാരണം പലപ്പോഴും പല കമന്റുകൾ വരുന്നുണ്ട് ഇതുപോലെ ഞാൻ പറയുന്നതിൽ പലതും തെറ്റിപ്പോകുന്നു എന്നുള്ളത്. 100% പറയാനായിട്ടൊന്നും എന്നെ കൊണ്ടും സാധിക്കുന്ന കാര്യമല്ല. ആ ഒരു പ്രോബബിലിറ്റി വെച്ച് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഏതായാലും ഇന്നത്തെ നമ്മുടെ ഒരു ഫാന്റസി പിക്ക് എന്ന് പറയുന്നത് ഋതുരാജ് ഗെയ്ക്വാദിനെയാണ് ആദ്യം സെലക്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിനെ തന്നെയാണ് ഈ ടീമിന്റെ ഒരു ക്യാപ്റ്റനായിട്ടും ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നത്. രണ്ടാമത് രജിൻ രവീന്ദ്രയെ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. കാരണം സ്ലോ പിച്ചിൽ അദ്ദേഹം നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഞാനിപ്പോൾ ഈ പറയുന്നതാണ്, അതായത് ഓരോരുത്തരെയും പറയുമ്പോൾ ഞാൻ അവരുടെ ഒരു സ്ട്രെങ്തും വീക്ക്നെസ്സും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ശിവം ദുബെ അത്യാവശ്യം ഇതുപോലത്തെ സ്റ്റിക്കി പിച്ചിലാണെങ്കിൽ പോലും 2-3 സിക്സറുകളൊക്കെ നേടാനും കുറച്ച് റൺസ് നേടാനും സാധിക്കുന്നതുകൊണ്ടാണ് ശിവം ദുബെയെ നമ്മൾ ഫാന്റസി പിക്കിൽ ഉൾപ്പെടുത്തുന്നത്. രവീന്ദ്ര ജഡേജ ബോളിംഗും ബാറ്റിംഗും ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പിച്ചിൽ അദ്ദേഹത്തിനെ എടുക്കുന്നത്. ഇനി നൂർ അഹമ്മദ് ഡെഫിനറ്റ് ആയിട്ടും 2 മാച്ചിൽ നന്നായിട്ട് ചെയ്തിരുന്നു. ഇതൊരു സ്റ്റിക്കി പിച്ച് ആയതുകൊണ്ട് തന്നെ ഇവിടെ നന്നായിട്ട് ബോൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുന്നത്. മറ്റൊരാളെന്ന് പറയുന്നത് തുഷാർ ദേശ്പാണ്ഡെയാണ്. അത് തുഷാർ ദേശ്പാണ്ഡെയുടെ ഒരു ബൗളിംഗ് പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എറിയാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. കൂടുതലും ഡെത്ത് ഓവറിൽ എറിയുമ്പോൾ വിക്കറ്റ് കൂടുതൽ ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് തുഷാർ ദേശ്പാണ്ഡെ എടുക്കുന്നത്. ഇനി രാജസ്ഥാൻ റോയൽസിന്റെ നിരയിലേക്ക് നമ്മൾ കടന്നു. അപ്പോൾ അതിൽ ബാറ്റർമാരുടെ നിരയിലേക്ക് പോകുമ്പോൾ യശസ്വി ജയ്സ്വാളിന്റെ ഒരു നല്ല പ്രകടനം ഡ്യൂ ആണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ റൺസ് അടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ സഞ്ജു സാംസണും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കും. കാരണം ന്യൂ ബോളിൽ ബാറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവരെ 2 പേരെ എടുക്കുന്നത്. കാരണം ന്യൂ ബോൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ് സ്റ്റിക്കി പിച്ച് ആണെങ്കിലും ആദ്യത്തെ 6 ഓവറുകളിൽ റൺ നേടാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഈ 2 പേരെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഷിമ്രൻ ഹെറ്റ്മയർ ആ ഒരു മിഡിൽ ഓവേഴ്സിൽ സ്പിന്നർമാരെ അടിച്ചകറ്റാൻ കഴിയുന്നത് കൊണ്ടാണ് ഞാൻ ഷിമ്രൻ ഹെറ്റ്മയറിനെ എടുക്കുന്നത്. മറ്റൊരാളെന്ന് പറയുന്നത് വാനിന്ദു ഹസരംഗയാണ്. ഇതുപോലത്തെ പിച്ചിൽ നല്ലൊരു ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ വാനിന്ദു ഹസരംഗയ്ക്ക് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് വാനിന്ദു ഹസരംഗയെ എടുക്കുന്നത്. ഒപ്പം തന്നെ കുറച്ച് റൺസ് മിഡിൽ ഓവേഴ്സിൽ അല്ലെങ്കിൽ മിഡിൽ ഓർഡറിൽ റൺസ് നേടാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടുകൂടിയാണ്
തന്നെയാണ് ഞാൻ അദ്ദേഹത്തിനെയും എടുക്കുന്നത്. അവസാനമായിട്ട് മതീഷ് പതിരണയെ എടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഡെത്ത് ഓവേഴ്സിൽ ബോൾ ചെയ്യുന്നത് കൊണ്ട് വിക്കറ്റ് ടേക്കിംഗ് ഒരു എബിലിറ്റി ഉള്ളത് കൊണ്ടുമാണ് ഞാൻ അദ്ദേഹത്തിനെയും സെലക്ട് ചെയ്ത് എടുക്കുന്നത്. ഇതാണ് എൻ്റെ ഒരു ഫാന്റസി പിക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആർക്കാണ് ഇതിലൊരു അപ്പർ ഹാൻഡ് ഉള്ളത് എന്നുള്ളതാണ്. ഇതിൽ ഡെഫിനറ്റ് ആയിട്ടും ഇന്നത്തെ മത്സരത്തിൽ CSKക്ക് ഒരു ചെറിയ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്നുള്ളതാണ്. അവർ ജയിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഏതായാലും ഒരു മത്സരം കാണാനുള്ള അവസരം എല്ലാ ആരാധകർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.